ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ് സാർ, ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് തന്നെ പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 25,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവൽ കൈവിടാതെ തന്നെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോപ്പ് നൽകുന്നത്, ഒരു പ്രതീക്ഷ നൽകുന്നത്. ഇന്നത്തെ ഒരു ആദ്യ മിനിറ്റിലെ മാർക്കറ്റിൻ്റെ പെർഫോമൻസിൽ ഒരു 125 പോയിന്റുകളുടെ ഇടിവാണ് തുടക്ക മിനിറ്റിൽ തന്നെ നിഫ്റ്റി 50 രേഖപ്പെടുത്തുന്നത്. 25,000 എന്നുള്ള ഒരു നില കൈവിട്ടുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് 0.5% കൂടുതലുള്ള ഒരു ഇടിവിലേക്ക് നിഫ്റ്റി 50 കടന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ ഒരു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം കാണാൻ സാധിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഇനി FISന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം 1247 കോടിയുടെ ബൈയിങ് ആണ് വിപണിയിൽ നടത്തിയിരിക്കുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്ക ട്രേഡ് ടോക്സിൻ്റെ അടുത്ത ഒരു ഫേസ് സംബന്ധിച്ച കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ട്രംപിൻ്റെ ഒരു പ്രസ്താവന അനുസരിച്ച് ഓഗസ്റ്റ് 27, അതായത് നെക്സ്റ്റ് വീക്ക് മുതലാണ് അഡീഷണൽ 25% ഉൾപ്പെടെയുള്ള 50% താരിഫ് ഇമ്പോസ് ചെയ്ത നടപടി ഇന്ത്യക്ക് മേൽ പ്രാബല്യത്തിൽ വരുന്നത്. സോ അത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ഹഡിലായിട്ട് നിലനിൽക്കുന്നതും അത് തന്നെയാണ്. ഇനി മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ട്രേഡ് താരിഫിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമോ എന്ന് സംശയം ഉളവാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാകുന്നു. ഒരു ഫ്രണ്ട്ലി നേഷനായിട്ട് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് കൂടുതൽ കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ വരുന്നു എന്നതുൾപ്പെടെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൊടിപ്പിക്കാൻ ഇനി സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എഗെയിൻ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് 0.46% ഇടിവായിരുന്നു. ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലായിരുന്നു. എഗെയിൻ S&P 500 0.4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗ്ലോബലി ഏറ്റവും അധികം നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കാണുന്നത് ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ നടക്കുന്ന ജെറോം പവലിൻ്റെ ഇന്നത്തെ ഒരു സ്പീച്ചിനാണ് ഏറ്റവും കൂടുതൽ ലോകം കാതോർത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഏത് തരത്തിലാകുമെന്നതാണ് മാർക്കറ്റിനെ ഗ്ലോബലി ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. സുരജ് സർ, ഓവർ ടു യു. മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ജാസ്മിൻ, ഇതിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഡൗൺ ആയിരിക്കുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച്, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യം US-ന്റെ ടാരിഫ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ പല പീസ് ടോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും റഷ്യ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനായിട്ട് വ്ളാഡിമിർ പുടിൻ അലാസ്കയിൽ പോകുന്നു, അത് കഴിഞ്ഞ് സെലൻസ്കി ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നിങ്ങനെ കാര്യങ്ങളിലുള്ള പീസ് ടോക്സ് ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ റഷ്യ ഒരു വൺ ഓഫ് ദ ഫിയേഴ്സസ്റ്റ് ഓഫ് അറ്റാക്കാണ് യുക്രൈനു മേൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതായത് എന്താണ് ഇതിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു സൈഡിൽ കൂടി പീസ് ടോക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ അറ്റാക്ക് നല്ല രീതിയിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം കാലം. അതായത് ആ ഈസ്റ്റേൺ ഡോൺബാസ് റീജിയനിൽ നിന്ന് യുക്രൈൻ റിട്രീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാറ്റോയിൽ ആ ഒരു കയറണം എന്നുള്ളൊരു അംബിഷൻ മാറ്റി വയ്ക്കാതെ, അതായത് റഷ്യ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആ ഡോൺബാസ് റീജിയൻ തിരിച്ചു തരിക, രണ്ടാമത് ഈ പറഞ്ഞ പോലെ നേറ്റോയിൽ കയറാതിരിക്കുക, മൂന്നാമത് ഫോറിൻ ട്രൂപ്സിനെ നിങ്ങളുടെ രാജ്യത്തിലേക്ക് എൻട്രി ചെയ്യാതിരിക്കുക. ഈ വക കാര്യങ്ങളിൽ വളരെ അഡമൻ്റായിട്ട് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ നിന്നും ഒരടി പുറകിലോട്ട് ഉക്രൈൻ പോവാതെ, അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി പുറകിലോട്ട് പോവാതെ മിക്കവാറും പുടിൻ ഇത് നിർത്താൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്നലത്തെ നല്ല രീതിയിലുള്ള ഒരു അറ്റാക്ക്. അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇന്ത്യക്കാണെന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്കുള്ള ഈ അഡീഷണൽ ടാരിഫ് ഓഫ് 25%, അതായത് ടോട്ടൽ 50ലേക്ക് നയിക്കുന്ന 25%, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇനിയും വരാമെന്നുള്ള സെക്കൻഡറി ടാരിഫുകൾ. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ഓഗസ്റ്റ് 27 ആണ് നമുക്ക് 50% ടാരിഫ് ആവുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് നിയർ. ഇന്ന് നമ്മൾ 22-ാം തീയതി ആയി, ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. അടുത്ത ആഴ്ച മിഡിലോട് കൂടി ഓഗസ്റ്റ് 27 എന്ന് പറയുന്ന ദിവസത്തിലേക്ക് നമ്മൾ കടക്കും. 27th അല്ലെങ്കിൽ 26th തീർച്ചയായിട്ടും ട്രംപോ വാഷിങ്ടണോ എന്തെങ്കിലും ഒരു അഡീഷണൽ ടാരിഫിനെ കുറിച്ചോ വല്ലതും പറയാനുള്ള ചാൻസുകൾ വളരെ ഹൈ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കറിയാലോ, ഓഗസ്റ്റ് 25th US ഡെലിഗേറ്റ്സ് ഇന്ത്യയിൽ വരാമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പോസ്റ്റ്പോൺമെൻ്റ് ആണ് നടന്നിരിക്കുന്നതെന്നുള്ള. അപ്പോൾ ആ സമയത്തിനുള്ളിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു പീസ് ടോക്കിന് ഒരു രീതിയിലും ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഫിയർ ചെയ്യുന്നത്
ഈ ഓൾറെഡി വെച്ചിരിക്കുന്ന അഡീഷണൽ 25% ടാരിഫും ഉണ്ടാവില്ല, എടുത്ത് കളയില്ല. രണ്ടാമത് ഇനി അഡീഷണൽ ആയിട്ട് ടാരിഫ് വരുമോ എന്നുള്ളൊരു പേടിയും കൂടെ ആയിരിക്കാം മാർക്കറ്റിൽ നിന്ന് എനിക്ക് തോന്നിയിരുന്നു. കാര്യം ഇന്നലത്തെ ഈ അറ്റാക്ക് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ് ഇത് മാർക്കറ്റ് നെഗറ്റീവായിട്ട് എടുക്കുമെന്നുള്ള. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരു നീജർക്ക് റിയാക്ഷൻ ആയിരിക്കാം. കാര്യം മാർക്കറ്റിൽ ഇപ്പോഴും ബുള്ളിഷ്നെസ് മാറിയിട്ടില്ല എന്നുള്ള. ഇപ്പോഴും മാർക്കറ്റിൻ്റെ ട്രേഡ് സെറ്റപ്പ് സെൽ ഓൺ റാലീസ് അല്ല, ബൈ ഓൺ ഡിപ്സ് ആണ്. അതുകൊണ്ട് ചെറിയ ടെക്നിക്കൽ കറക്ഷൻ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ ഞാൻ ഇന്നലെ വീണ്ടും യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി എൻ്റെ മനസ്സിൽ കൂടി പോയി എന്നുള്ളതാണ് ഞാനൊന്ന് ഷെയർ ചെയ്തതെന്നുള്ള. ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ കൂടുതൽ ചർച്ചകൾ നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയതന്ത്ര യോഗങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഒരു ഇടയിലാണ് ഈ ഒരു ഇമ്മീഡിയറ്റ് അറ്റാക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും അപലപനീയം തന്നെയാണ്. ഇന്നലത്തെ അറ്റാക്ക് മാത്രമല്ല, ഈ അറ്റാക്ക് ഒരു മിസൈൽ അറ്റാക്ക് എന്നുള്ള രീതിയിലേക്കാട്ടിലും ഞാൻ ഇന്നലെ കാണുന്നത് ഈ വാഷിങ്ടണിന്റെ സൈഡിൽ നിന്നും പ്രത്യേകിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഈ ട്രൂത്ത് സോഷ്യലിലുള്ള മെസ്സേജസ്, അതുമല്ല വാഷിങ്ടൺ സ്പോക്സ് പേഴ്സൺസിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ടോക്കിംഗ് ടു റഷ്യൻ പ്രസിഡന്റ് US പതുക്കെ ഇതിനകത്തുനിന്ന് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം വെച്ചാൽ ഇറ്റ് സീംസ് ദാറ്റ് റഷ്യ പറഞ്ഞ പല കാര്യങ്ങളും അമേരിക്ക അക്സെപ്റ്റ് ചെയ്ത പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു. അതായത് കുറച്ച് ഭാഗത്ത്, അതായത് റഷ്യയുടെ ഭാഗത്താണ് കുറച്ചുകൂടി ന്യായം എന്ന് ലോകത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് തോന്നുന്നു പൊതുവെയുള്ള ട്വീറ്റ്സും പൊതുവെയുള്ള മെസ്സേജും വന്ന് നോക്കുമ്പോൾ ഈ പീസ് ടോക്സ് വേണം എന്നൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നെങ്കിലും ആഫ്റ്റർ മീറ്റിംഗ് പുടിൻ ഇൻ അലാസ്കയിൽ മീറ്റ് ചെയ്തതിനു ശേഷം ട്രംപിന്റെ ഭാഗത്തു നിന്ന് റഷ്യയോടുള്ള അപ്രോച്ചിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആ കോൺഫിഡൻസിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ പീസ് ടോക്ക് നടക്കുമ്പോൾ പോലും ഈ പറയുന്ന പോലെ റഷ്യ ഈസ് മൗണ്ടിങ് എ ബിഗ് അറ്റാക്ക് ഓൺ ഉക്രൈൻ എന്ന് പറഞ്ഞു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയും ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതായത് August 27 എന്ന് പറയുന്ന ഡെഡ് ലൈൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അതെത്തുമ്പോഴത്തേക്കും ഒരു റെസൊല്യൂഷനും ഇല്ല എന്നുണ്ടെങ്കിൽ 50% ഈസ് ഹിയർ ടു സ്റ്റേ. ദാറ്റ് ഇസ് വൺ. സെക്കൻഡ് തിങ് ഈസ് ദർ ഇസ് ദ റിസ്ക് ഓഫ് അനദർ അഡീഷണൽ സെക്കൻഡറി ടാരിഫ്. അതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഞാൻ ഒരു ഓപ്പണിംഗിൽ തന്നെ പറഞ്ഞു വെക്കാം. രണ്ടാമത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യം ഇതായിരിക്കാം. നെഗറ്റീവ് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇത് ടെമ്പററി ആയിരിക്കാം, ഇന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തേക്കാം. കാര്യം മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ്നെസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള 2-3 കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ട്രേഡ്, ആ ഒരു ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ മഞ്ഞുരുകുന്ന ആ ഒരു പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോസിറ്റിവിറ്റി അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു വെക്കാതെ വയ്യ. നമ്മൾ 2 ദിവസം മുമ്പ് അത് മെൻഷനിങ് ചെയ്തിരുന്നു. അതായത് ഇത് വലിയ രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ അതിലേക്കുള്ള ഒരു ചെറിയ, അതായത് ഒരു ചൈനീസ് ഓൺവോയുടെ ഒരു ചെറിയൊരു മെസ്സേജിലേക്ക് ഞാൻ വരാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. പക്ഷെ അതിനു മുമ്പേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ചൈനയായിട്ട് ബന്ധം വരുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയോ? നമുക്കൊരു പുതിയ മാർക്കറ്റ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ചൈനയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ആവശ്യം വരില്ല, പക്ഷേ സർവീസസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ സ്ട്രോങ് ആണെന്നുള്ള. അപ്പോൾ ഇന്ത്യൻ സർവീസസിന് ഒരു പുതിയൊരു മേഖലയും കൂടെ തുറന്നു കിട്ടുന്നു ചൈന എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡസ്ട്രിയുടെ ക്രിട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് റോ മെറ്റീരിയലും ഇൻപുട്ടും വളരെ ചീപ്പർ റേറ്റിന് തരാനായിട്ട് നമുക്ക് ചൈനയ്ക്ക് പറ്റും എന്നുള്ള. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നന്നാവുന്നതോടുകൂടി നമുക്ക് 2 വേ എഫക്റ്റ് ആണ്. ഒന്ന്, റോ മെറ്റീരിയൽ ചീപ്പർ പ്രൈസിന് കിട്ടും, നമുക്ക് സർവീസസിന് വേണ്ടിയിട്ട് ഒരു പുതിയ സെക്ടർ ഓപ്പൺ ചെയ്ത് കിട്ടും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റഷ്യ. ഈ റഷ്യയായിട്ട് ബന്ധം നന്നാവുന്നത് കൊണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാ ഗുഡ്സ് റോ മെറ്റീരിയൽസ് കൂടാതെ തന്നെ ഓയിൽ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഇമ്പോർട്ടൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലുതാണ്. നമുക്കറിയാം 80 to 85% ഓഫ് ഇന്ത്യാസ് ക്രൂഡ് ഓയിൽ റിക്വയർമെൻറ്റ് ഈസ് ബീങ് ഇമ്പോർട്ടഡ് ഫ്രം അതർ കൺട്രീസ്. എപ്പോഴും നമ്മുടെ ഇമ്പോർട്ട് ബില്ലാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ബാലൻസ് ഷീറ്റിൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ റഷ്യയായിട്ടുള്ളൊരു ബന്ധം വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എനർജി നീഡ്സ്, അത് ക്രൂഡ് ആയിക്കോട്ടെ, LNG ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, നമുക്കത് വളരെ ചീപ്പായിട്ട് കിട്ടുക എന്ന് വെച്ചാൽ ഇന്ത്യയുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറഞ്ഞു നിൽക്കുന്നതും ഇമ്പോർട്ട് ബില്ല് കുറഞ്ഞു നിൽക്കുന്നു ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ചൈന പോലെ തന്നെ റഷ്യ ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് മോർ ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇന്ത്യക്ക് ചൈനയുമായിട്ടും റഷ്യയായിട്ട് പുതിയ 2 മാർക്കറ്റ് തുറന്നു കിട്ടുന്നു, പുതിയ സർവീസസും പ്രോഡക്ട്സും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ റോ മെറ്റീരിയൽ സൈഡിൽ, അതായത്
കെമിക്കൽ, ഫാർമ, അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളിലും, സെമി കണ്ടക്ടർ കാര്യത്തിലും, റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ കാര്യത്തിലും, റെയർ എർത്ത് മിനറൽസിൻ്റെ കാര്യത്തിലും, ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ കാര്യത്തിലും, കൂടാതെ റഷ്യയായിട്ടുള്ള ബന്ധത്തിൽ ഓയിലും കൂടെ കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് ഓഫ് 5% അല്ലേ, 5% കൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇന്ത്യൻ എക്കണോമി ബേസിക്കലി 60-65% ഒരു ഡൊമസ്റ്റിക് കൺസംഷൻ ആയിട്ട് നിൽക്കുമ്പോൾ ഈ വക കാര്യങ്ങളിൽ നല്ല രീതിയിൽ ട്രിഗർ ചെയ്ത് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ വലിയൊരു പോസിറ്റിവിറ്റി ഞാൻ കാണുന്നുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ തന്നെ വളരെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ഒരു സ്റ്റോക്ക് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവതരിപ്പിച്ചത്. അതായത് ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസ് എന്ന് പറയാൻ കാര്യം വെച്ചാൽ ആ ബുക്കിൽ നമ്മൾ ആ ഒരു ഫ്രേസിനെ ഉപയോഗിക്കുന്നത് എന്താ, ഒരു വലിയൊരു സാധനത്തിന് അനങ്ങാൻ പാടാണ്. അതായത് ഒരു ആനയ്ക്ക്, ഒരു എലിഫൻറ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാൻസ് ചെയ്യാൻ പാടാണ് എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു പോപ്പുലർ പെർസെപ്ഷൻ. പക്ഷേ ചില സമയങ്ങളിൽ എലിഫൻസ് ക്യാൻ ഡാൻസ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസ് എന്ന് പറയുന്ന ബുക്കാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഒരു IBMന്റെ ഒരു എന്താ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി റീഓർഗനൈസ് ചെയ്ത ഒരു കഥ, അതിനൊരു ഫോർമർ CEO ഒരു പാർട്ടായതുമാണ് പറയുന്നത്. അതായത് ഒരു ബിഗ് എലിഫന്റ് ലൈക്ക് IBM എങ്ങനെയാണ് അതിനെ റീസ്ട്രാറ്റജൈസ് ചെയ്ത് ഡിമ്മായിരുന്ന സ്ഥലത്ത് നിന്ന് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത്. അപ്പോൾ IBM എന്ന് പറയുന്നത് വലിയൊരു ടെക് ഹെവി ജയൻ്റ് ആണ്. അപ്പോൾ ആ കമ്പനിയെ ഇങ്ങനെ ഒരൊറ്റ ലിവറിൽ അങ്ങനെ തിരിക്കാൻ പറ്റുമെന്ന് നമ്മളാരും വിചാരിച്ചിട്ടില്ല. അതായത് ഒരു പ്ലെയിനിനെ തന്നെ തിരിക്കുന്നതും ഒരു ചെറിയൊരു മാരുതി കാർ തിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എലിഫൻസ് കാൺ ഡാൻസ് എന്ന് പറയുന്ന ഫ്രേസ് അവിടെയാണ് വരുന്നതെന്നല്ല. അപ്പോൾ ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസ് എന്ന് പറയുന്ന ബുക്കിൻ്റെ പ്രത്യേകത ഈ IBMനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്, ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ കവർ ചെയ്തതെന്നുള്ളത്. അതായത് അതിനകത്ത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ പാർട്ട് 2 സീരീസിൽ നമ്മൾ ചിലപ്പോൾ ഇന്നൊരു സ്റ്റോക്ക് പറയും, ചിലപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് എനിക്ക് മൂന്നാമതൊരു സ്റ്റോക്കും കൂടെ ചിലപ്പോൾ തിങ്കളാഴ്ച പറയാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. കാര്യം അതിനകത്ത് എന്തുകൊണ്ട് നമ്മൾ വലിയ കമ്പനീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ വലിയ കമ്പനീസിന് ഇത്രയും ക്യാപിറ്റൽ കയ്യിലുള്ളതുകൊണ്ടും ഇത്രയും ലാർജ് ആയതുകൊണ്ടും അത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തൊരു ലെഗസിയും ആയതുകൊണ്ടും അവർക്ക് പുതിയ പുതിയ മേഖലകളിൽ പോകാൻ ഭയങ്കര എളുപ്പമാണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ റിലയൻസിനെ നമ്മളൊരു 10 കൊല്ലം മുമ്പേ 15 കൊല്ലം മുമ്പേ ഒരു റിലയൻസിനെ കണ്ടിരുന്ന ഒരു ഓയിൽ ബെഹമത്തായിട്ടാണ്. അവിടുന്ന് അവരെങ്ങനെ തിരിഞ്ഞ് ഈ പറഞ്ഞ പോലെ ജിയോ എന്ന് പറയുന്ന ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമും റീറ്റെയിലും കൊണ്ടുവന്നു. ഇപ്പോൾ ഏതായാലും അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വാല്യുവേഷൻ ഇംപ്ലൈഡ് ആയിട്ട് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടുത്ത തന്നെ വന്നേക്കാം. അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിലേക്കുള്ള വാല്യുവേഷൻ വരും. ഇത് രണ്ടിനെയും IPOയിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് റീറ്റെയിലിനെയും ജിയോ സർവീസസിനെയും IPOയിലേക്ക് കൊണ്ടുവന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ റിലയൻസിനെക്കാളും വലുതായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മളൊരു സംസാരിച്ചിരുന്നു എന്നുള്ള. അപ്പോൾ പുതിയ കമ്പനികൾക്ക് പഴയ കമ്പനികൾക്ക്, ലാർജ് കമ്പനികൾക്ക് പുതിയ ബിസിനസ്സുകൾ സ്കെയിലപ്പ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ലാർജർ കമ്പനിയെ നോക്കിയത്. പക്ഷേ അത് കൂടാതെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ S&P അപ്ഗ്രേഡ് വന്നല്ലോ, സോവറിൻ അപ്ഗ്രേഡ് വന്നു 18 കൊല്ലം ശേഷം, അതായത് 2 ഡെക്കേഡ്സിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അപ്ഗ്രേഡ് വരുന്നത്. അപ്ഗ്രേഡ് ചെയ്ത് ഇന്ത്യയുടെ സോവറിൻ റേറ്റിങ്ങിനെ BBB ആയിട്ട് മാറ്റി എന്നുള്ള. ഈ BBB ആയിട്ട് മാറ്റിയതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നറിയോ? ഇന്ത്യയിലേക്കുള്ള വിശ്വാസം മറ്റുള്ള ഫോറിൻ ഫണ്ട്സിന് കൂടിയെന്നുള്ള. അങ്ങനെ ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് ആസ് വെൽ ആസ് ബോണ്ട് മാർക്കറ്റ്. അതായത് അവർക്ക് ഇന്ത്യയിലേക്കുള്ള വിശ്വാസ്യത കൂടും. ഇന്ത്യ കുറച്ചുകൂടി സ്റ്റേബിൾ കൺട്രിയാണ്, അതിൻ്റെ ഡെപ്റ്റൊക്കെ സർവീസ് ചെയ്ത് നന്നായി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഇംപ്രഷനാണ് ഈ അപ്ഗ്രേഡ് കൊണ്ട് കിട്ടുന്നത്. അത് കൂടാതെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഫോറിൻ ഫണ്ട്സ് ടാപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. അതായത് ഇനി കൂടുതൽ ആൾക്കാർ ഇന്ത്യക്ക് കടം കൊടുക്കാനായിട്ടുള്ള ഒരു വിൻഡിക്കേറ്റീവ് മെഷറും കൂടെയാണ് ഈ അപ്ഗ്രേഡ്. അതായത് നമ്മളിപ്പോൾ പറയില്ലേ, സിബിൽ റേറ്റിംഗ് നന്നായിട്ടുണ്ടെങ്കിൽ ലോൺ കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട് എന്ന് പറയും പോലെ നിങ്ങളുടെ സോവറിൻ റേറ്റിംഗ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഫണ്ട് കിട്ടാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫണ്ട് കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്കൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു കോർപ്പറേറ്റ് ലോൺ എടുക്കണമെങ്കിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റാണ് നമുക്ക് അടയ്ക്കേണ്ടത്? ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഇന്ത്യ ഈസ് വെരി ഹൈ അല്ലേ? എത്രത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താലും മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണ്. പക്ഷേ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടം എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്നുള്ള, വളരെ കുറവായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ സോവറിൻ അപ്ഗ്രേഡ് കാരണം ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യക്ക് കിട്ടുന്ന, ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും പോയി പുറത്തുനിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും 25-30 ബേസിസ് പോയിൻറ്റ്സ് കുറഞ്ഞ രീതിയിൽ ചീപ്പായിട്ട് ഫണ്ട് കിട്ടുന്നില്ല.
അപ്പോൾ ഈ ചീപ്പായിട്ടുള്ള ഫണ്ട് ആർക്ക് കിട്ടും? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ഏതാണ്ട് 60,400 കോടി എക്സ്റ്റേണൽ ബോറോയിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ വിശ്വാസ്യത കൂടിയപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ ഇന്ത്യൻ കമ്പനിക്കോ ഇനി കൂടുതൽ ഫണ്ട്സ് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാം. അതും ഇപ്പം ഉള്ളതിനേക്കാളും ചീപ്പർ റേറ്റിൽ ആക്സസ് ചെയ്യാം. അത് മാത്രമല്ല ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിക്ക് ലോൺ തരാൻ വരുന്നവരുടെ എണ്ണവും കൂടും. കാര്യം എന്താ? നമുക്ക് റേറ്റിംഗ് അപ്ഗ്രേഡ് കിട്ടി, നമ്മുടെ ബാങ്കുകൾക്ക് കൺട്രി എന്നുള്ള രീതിയിലും കിട്ടി, റേറ്റിംഗ് അപ്ഗ്രേഡ് നമ്മുടെ ബാങ്കുകൾക്കും കിട്ടിയോണ്ട് നമുക്കൊരു ചീപ്പ് ഫണ്ട് കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അതിൻ്റെ ബെനിഫിഷ്യറി? അതിൻ്റെ ബെനിഫിഷ്യറി ആരുമല്ല, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലാർജ് ബിസിനസ് ഗ്രൂപ്പ് വിത്ത് എ ഗ്ലോബൽ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ റിലയൻസിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഈ റിലയൻസിൻ്റെ പേര് വെച്ച ലോകത്ത് ആരാണ് ശരിക്കും പറഞ്ഞാൽ ലോൺ കൊടുക്കാത്തത്? റിലയൻസിന് നമ്മളിപ്പോൾ ഇന്നലെ പറയുകയും ചെയ്തു, നെറ്റ് ഡെറ്റ് ടു എബിറ്റ എന്ന് പറയുന്നത് 1 times താഴെയാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ഫ്രീ ക്യാഷ് ഫ്ലോ. ആ ഫ്രീ ക്യാഷ് ഫ്ലോ വെച്ച് അവർക്ക് സുഖമായിട്ട് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന കോസ്റ്റ്ലി ഡെപ്റ്റ് തന്നെ സർവീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പകുതി വില വരുന്ന ഫോറിൻ ഫണ്ട്സ് കൊടുക്കാൻ ആൾക്കാർ ഇഷ്ടമാരി ഉണ്ടാവും. അപ്പോൾ ചീപ്പ് റേറ്റിന് കാശ് കിട്ടും ഇന്ത്യക്ക്, ഇന്ത്യൻ കമ്പനീസ് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരാ? ലാർജ് കമ്പനീസ് വിത്ത് ഗ്രേറ്റ് അസറ്റ്സ്, ഗ്രേറ്റ് ക്യാഷ് ഫ്ലോസ്, ഹൈ റേറ്റിംഗ്സ്. ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ഇനി തുച്ഛമായ രീതിയിൽ പുറത്തുനിന്ന് ഫണ്ട് എടുക്കാം. അപ്പോൾ എസ്പെഷ്യലി ഇന്ത്യ നിൽക്കുന്ന സിറ്റുവേഷൻ ആക്കൂ, ഇന്ത്യയും ഇന്ത്യൻ ബിസിനസ്സും നിൽക്കുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡിഫൻസിൽ വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നുണ്ട്, ക്യാപിറ്റൽ ഗുഡ്സിൽ വരുന്നുണ്ട്, റോബോട്ടിക്സിൽ വരുന്നുണ്ട്, ഡേറ്റാ സെൻറ്ററിൽ വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരുന്നുണ്ട്, സോളാർ പ്രോജക്റ്റിൽ വരുന്നുണ്ട്, വിൻഡിൻ്റെ പ്രോജക്റ്റിൽ വരുന്നുണ്ട്. ഒരുപാട് എംബഡഡ് സിസ്റ്റത്തിലും ചിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂ ഏജ് ടെക്നോളജി ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് നിൽക്കുകയും ഗവൺമെൻറ് അതിന് ഒരുപാട് റിഫോംസ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഈ ലാർജർ കമ്പനീസ് പുറത്തുനിന്ന് ചീപ്പർ ഫണ്ട് ഉപയോഗിച്ച് പുറത്തുനിന്ന് റോ മെറ്റീരിയൽസ് ചീപ്പറായിട്ട് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും എടുത്തു. അതായത് ഒരു കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ റോ മെറ്റീരിയലായിട്ട് വേണ്ടത്, ഫണ്ട്സ് ചീപ്പർ റേറ്റിന് കിട്ടും, റോ മെറ്റീരിയൽസ് ചീപ്പർ റേറ്റിന് കിട്ടും, ഓയിലും LNGയും എനർജി നീഡ്സും ചീപ്പർ റേറ്റിന് കിട്ടുമെങ്കിൽ ഇത് വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഇന്ത്യൻ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ത്യൻ കമ്പനികൾസ് സ്വീറ്റ് സ്പോട്ടിൽ നിൽക്കുകയാണ്. ഞാൻ മാർക്കറ്റിന്റെ ജനറൽ ആയിട്ടല്ല പറഞ്ഞ്, ചില കമ്പനികൾക്ക് ഇത് ഭയങ്കര രീതിയിൽ ബെനിഫിഷ്യൽ ആണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാതെ പോകരുത് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് ഇസ് ഓൺ വൺ സൈഡ്. കമ്മിങ് ബാക്ക് ടു ഞാൻ ഈ ചൈനയുടെ കാര്യം പറഞ്ഞത്, ചൈന നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചൈന ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നല്ല രീതിയിൽ പ്രൈസ് ചെയ്ത് വരുന്നു, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരുന്നു എന്നുള്ള വെൽക്കം മൂവ് തന്നെയാണെന്നുള്ള. അതായത് ചൈനീസ് ഓൺവോയ് ടു ഇന്ത്യ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഈ US ഇസ് ബിഹേവിങ് ലൈക്ക് എ ബുള്ളി. അതായത് ലോകത്ത് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഫ്രീ ട്രേഡ് കൊണ്ട് ബെനിഫിറ്റ് ചെയ്ത രാജ്യമാണ് US എന്ന് പറയുന്നത്. ഇപ്പോൾ US അതിനെ വച്ചിട്ട് ഒരു ബാർഗെയിനിങ് ചിപ്പായിട്ട് യൂസ് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ മേൽ ഈ ടാരിഫ് കൊണ്ടുവരുന്നത് ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ചൈനീസ് ഓൺവോയ് ടു ഇന്ത്യ വളരെ ബിഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞു എന്നുള്ള. അതുമാത്രമല്ല അവർ അഡീഷണൽ ആയിട്ട് പറഞ്ഞെന്താ, ചൈന വിൽ ഫേംലി സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, 2 countries are double engine of economic growth എന്നും പറഞ്ഞു. ചൈന ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് നോട്ട് ഓൺലി ഏഷ്യ ബട്ട് ദി എൻറ്റയർ വേൾഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിന്റെ താരിഫ് ഏർപ്പെടുത്തിയതിന് വലിയൊരു പ്രത്യാഘാതം വിപണിയിലും അതോടൊപ്പം തന്നെ എക്കണോമിക്കിലും ഒക്കെ സൃഷ്ടിക്കുന്നു നമ്മൾ പറയുമ്പോൾ പോലും ഈ ഊർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നത് പോലെ തന്നെ റഷ്യ ചൈന ഇന്ത്യ റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാകാൻ ട്രംപിന്റെ ഈ താരിഫ് ഒരു തരത്തിൽ കാരണമായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും ഇതിപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് എന്ത് കാര്യം നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നാലും ആ ഇഷ്യൂവിന് ബൈ ഡിഫോൾട്ട് അതിലൊരു പ്ലസും മൈനസും ഉണ്ട്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിനകത്ത് പ്ലസ് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളായിട്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റും. മൈനസ് എന്ന് പറയുന്നത് US വിട്ടുപോയി എന്നുള്ളത്. കാര്യം US നിന്നുള്ള നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ റോ മെറ്റീരിയൽ എന്നൊക്കെ പറയണമെങ്കിലും ഇതെല്ലാം പ്രാവർത്തികമായിട്ടൊരു ബിസിനസ്സിന് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്നിക്കൽ നോ ഹൗ വേണം. ഈ ടെക്നിക്കൽ നോ ഹൗവിന് ഈ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റീസും ബിസിനസ് സ്കൂൾസും നമുക്ക് തന്നിരുന്ന ഒരു ഇൻപുട്ട് വളരെ വലുതാണെന്നല്ല. ആ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്. അത് മാത്രമല്ല, ഒരുപാട് ഫണ്ട് അമേരിക്കൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, പ്രൈവറ്റ് ഇക്വിറ്റി എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ JP മോർഗൻ ചേസ്, ബാങ്ക് ഓഫ് അമേരിക്ക, മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മൻ സാക്സ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫണ്ട് പല ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ചെയ്യുന്നു എന്നുള്ള ആ ബന്ധം നമുക്ക് വിട്ടുപോയി എന്നുള്ള. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇതെല്ലാം കിട്ടി. ഇപ്പോഴത്തെ നമുക്ക് ചൈനയ്ക്കും റഷ്യയ്ക്കും നമ്മളോടുള്ള സിമ്പതി എല്ലാം കിട്ടി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം
അമേരിക്കയായിട്ടും കൂടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത സ്വീറ്റ് സ്പോട്ടിലായി എന്നുള്ള. അപ്പം നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ചൈനീസ് ഓൺവോയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് വാക്കുണ്ടല്ലോ. അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്റർനാഷണൽ ഓർഡർ ഈസ് ഗോയിങ് ത്രൂ എ ബിഗ് ചേഞ്ച് വിച്ച് ഈസ് വൈ ചൈന, ഇന്ത്യ, മേജർ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് ഷുഡ് ബി യുണൈറ്റഡ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. വി വെൽക്കം ഇന്ത്യൻ ഗുഡ്സ് ടു ചൈനീസ് മാർക്കറ്റ്. അതായത് നിങ്ങൾക്ക് IT, സോഫ്റ്റ്വെയർ, ബയോമെഡിസിൻ ഒക്കെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അതുമാത്രമല്ല ഇന്ത്യൻ കമോഡിറ്റീസിനെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ബോത്ത് കൺട്രീസ് ഷുഡ് എൻഹാൻസ് സ്ട്രാറ്റജിക് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് അവോയ്ഡ് മ്യൂച്വൽ സസ്പിഷൻ. അങ്ങോട്ടുള്ള സംശയങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകണം. ബോത്ത് കൺട്രീസ് ആർ പാർട്ട്നേഴ്സ് നോട്ട് റൈവൽസ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് 51 വയസ്സായി, ഞാൻ പ്രതീക്ഷിച്ചില്ല ചൈനയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൗണ്ടർ മെഷർ എന്നുള്ള രീതിയിൽ ഒരു ഫ്രണ്ട്ലി സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ദിസ് ഈസ് എ വെൽക്കം മൂവ്, പറയാതിരിക്കാൻ പറ്റില്ല. റഷ്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഇന്ത്യയിലുണ്ട്, റഷ്യയിലുണ്ട്. പക്ഷേ ചൈനയായിട്ട് നമുക്കിതുവരെ, കാര്യം ചൈനയായിട്ട് ഒരു യുദ്ധം നടത്തിയ ഒരു രാജ്യമാണ് നമ്മൾ എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ US ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ മോശമാവും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൈനയുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ട്രേഡ് ഡീല് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇനി ഒരു സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നല്ലത് സംഭവിക്കുന്നു എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ പീറ്റർ നവാറോ ഇല്ലേ, പീറ്റർ നവാറോ ഇന്നലെ വീണ്ടും പറയേണ്ടായിരുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, അതായത് അവർ പറയുന്നത് വെച്ചാൽ യുദ്ധത്തിന് മുമ്പേ ഇന്ത്യ റഷ്യയിൽ നിന്ന് 1% ഓയിൽ മാത്രം എടുത്തിട്ടുണ്ട്. എന്നാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്ത് 45% വരെ ഇന്ത്യയുടെ റിക്വയർമെൻറ്റ്സ് റഷ്യയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റഷ്യൻ ഓയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 35%, ഇന്ത്യൻ റിക്വയർമെൻറ്റ് 35% റഷ്യയിൽ നിന്നാണ്. ഇന്ത്യ പറയുന്നത്, അതായത് പീറ്റർ നവാറോ എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന പോലെ ട്രംപിൻ്റെ പുറകിൽ ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, അന്നൊരു ആർട്ടിക്കിൾ പുറത്ത് വന്നിരുന്നില്ല. അപ്പോൾ പീറ്റർ നവാറോ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യ പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിച്ചിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് നോൺസെൻസ് ആണെന്നാണ് അയാൾ പറഞ്ഞേക്കുന്നത്. കാര്യം വെച്ചാൽ ഇന്ത്യ അത് മേടിച്ചിട്ട് തിരിച്ചത് റിഫൈൻ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് $16 ബില്യൺ ഉണ്ടാക്കി. ഇന്നലെ സ്കോട്ട് ബെസന്റ് പറഞ്ഞ സെയിം സാധനം ഒന്നുകൂടെ പീറ്റർ നവാറോ അതിനെ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ ട്രേഡ് അഡ്വൈസറാണ് ഈ പറയുന്ന പോലെ പീറ്റർ നവാറോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഇന്നലെ അത് നടത്തി എന്നുള്ള. പിന്നെ ഈ നമുക്കറിയാലോ ഇതേ കാര്യങ്ങൾ തന്നെയാണ് സ്കോട്ട് ബെസന്റും പറഞ്ഞത് ഇന്നലെ. സ്കോട്ട് ബെസന്റ് മിനിങ്ങാന്ന് പറഞ്ഞു വെച്ചാൽ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണമെങ്കിലും $16 ബില്യൺ പ്രോഫിറ്റ് ഇയറിംഗ് ആണ് നടന്നത്. അതൊരു സ്പെസിഫിക് ഫാമിലിക്കാണ് അത് ബെനിഫിറ്റ് ചെയ്തതെന്നും കൂടെ പറഞ്ഞു വെച്ചു എന്നുള്ള. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രസമായിട്ടുള്ളൊരു കാര്യം എന്നറിയോ, നമ്മൾ നമ്മുടെ എനർജി നീഡ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണമെന്ന് നമ്മൾ അവകാശപ്പെടും. അതിൻ്റെ സൈഡിൽ കൂടെ ഇപ്പം നമ്മൾ പറയണത് എന്താ, നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന കാരണം റഷ്യക്ക് ഡോളേഴ്സ് കിട്ടുന്നു. അത് ഫണ്ട് ചെയ്തിട്ടാണ്, അത് ഉപയോഗിച്ചാണ് അവർ ശരിക്കും പറഞ്ഞാൽ യുക്രൈനിലേക്ക് വാർ നടത്തി അവിടെയുള്ള സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വയ്ക്കുന്നതല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ സ്കോട്ട് ബെസന്റിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഇന്നലെ ഒരു വെള്ളി വീണു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ വി ആർ സപ്ലൈയിങ് വെപ്പൺസ് ടു യുക്രൈൻ ത്രൂ യൂറോപ്പ്. ആൻഡ് പ്രസിഡന്റിൻ്റെ ബുദ്ധിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അതായത് ഈ $100 ബില്യൺ വെപ്പൺസ് യുക്രൈൻ മേടിക്കുന്നുണ്ട്, ഞങ്ങളത് നേരിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ റഷ്യ നോക്കുമ്പോൾ ഞങ്ങൾ നേരിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തുറന്നാണ് പറയുന്നതെന്നല്ല, ഞങ്ങളത് യൂറോപ്പ് വഴിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 10% കട്ട് ഞങ്ങൾക്ക് കിട്ടുന്നു. എത്ര? $100 ബില്യൺ 10% കിട്ടുന്നത് $10 ബില്യൺ കട്ട് കിട്ടുന്നു എന്നുള്ള. അതെന്താ? യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് അല്ലേ? അത് എന്താ? റഷ്യയിലുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ? അപ്പം നമ്മൾ 16 ബില്യൺ നമ്മുടെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി മേടിക്കുമ്പോൾ അവർ 10 ബില്യൻ്റെ കട്ട് ആംസ് ഡീൽസിനും വെപ്പൺസ് ഡീലിനും കിട്ടുന്നത് പ്രശ്നമല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ജയശങ്കർ തന്നെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ പറയുന്നില്ലേ, അതായത് ഞങ്ങൾ ഈ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഞങ്ങളല്ല ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഓയിൽ റഷ്യയിൽ നിന്ന് മേടിച്ചേക്കുന്നത്. ചൈനയാണ് ഏറ്റവും വലിയ കൺസ്യൂമർ. കാര്യം അന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എല്ലാവരും കൂടെ ഓപ്പക്കിൽ നിന്ന് മേടിച്ചിരുന്നെങ്കിൽ ക്രൂഡിൻ്റെ പ്രൈസ് $150 പെർ ബാരൽ പോയേനെ. അപ്പം ചില രാജ്യങ്ങളെങ്കിലും അവിടെ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഡീറിസ്ക് ചെയ്ത് വേറെ രാജ്യങ്ങളിൽ നിന്ന് മേടിക്കണമായിരുന്നു. അതിന് സഹായിക്കാനായിട്ട് വന്നത് ചൈന, ഏറ്റവും ലാർജസ്റ്റ് ക്രൂഡ് ഇമ്പോർട്ടർ. രണ്ടാമത്
മൂന്നാമതൊന്ന് കൊള്ളിച്ച് വർത്താനം കൂടെ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നും LNG മേടിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് ഗ്ലോബൽ എനർജി പ്രൈസസിനെ സ്റ്റേബിളായിട്ട് നിർത്തിയത്. അതിന് വേണ്ടിയിട്ട് US ഞങ്ങളെ പുകഴ്ത്തുകയും ചെയ്തു, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റും ചെയ്തു. അത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്താലും ശരി ഗ്ലോബലി ക്രൂഡ് പ്രൈസസ് ഭയങ്കരമായിട്ട് കയറരുത് എന്നുള്ളതും കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അത് കാരണം വി ആർ പെർപ്ലെക്സ്ഡ്, ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, പസിൽഡ് ആണ്, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ജയശങ്കർ ഒന്ന് കൊള്ളിക്കാതെ പറഞ്ഞത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ടൈംസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോ മാർക്കറ്റ് പ്ലസ് ബിസിനസ് പ്ലസ് എക്കണോമി പ്ലസ് സ്പോർട്സ് പ്ലസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു വിസ്തീർണമായിട്ടുള്ള ഒരു വൺ അവർ സബ്ജക്റ്റാണ്. അതിലിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടി വരുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണെന്നുള്ളതാണ് അതിനകത്തുള്ള ഐറണി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ട്രേഡ് സെറ്റപ്പ് നോക്കാം. S&P 500 ശരിക്കും പറഞ്ഞാൽ 5 കൺസിക്യൂട്ടീവ് ഡേയ്സിന് ഡൗൺ ആയിരുന്നു. അതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് ഇന്ത്യ 6 ദിവസം അപ്പായിരുന്നു എന്നുള്ളതാണ്. S&P ജാസ്മിൻ നേരത്തെ പറഞ്ഞു 0.1% അങ്ങനെ ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.34% ഡൗൺ ആയിരുന്നു. ഡൗ ജോൺസും 0.34% ഡൗൺ ആയിരുന്നു എന്നുള്ള. S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഇന്നലെ വന്നു. ദാറ്റ് റോസ് ടു ഹയസ്റ്റ് ലെവൽ സിൻസ് 2022 എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ NVIDIAയുടെ ഒരു കാര്യം, അതായത് NVIDIA ഭയങ്കര സന്തോഷത്തിലിരിക്കുമായിരുന്നല്ലോ. അതായത് അമേരിക്കയിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതായത് ചിപ്സ് ഒന്നും US-ലേക്ക് അയക്കരുത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി നമുക്ക് അയച്ചു തുടങ്ങാം, ചൈനയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ ടോപ്പ് 3 സാധനം അയക്കണ്ട, 4th ബെസ്റ്റ് മുതൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ NVIDIA വളരെ സന്തോഷമായിരുന്നു, ഒന്ന് സ്റ്റോക്കും ഭയങ്കരമായിട്ട് കയറി എന്നുള്ള. എന്നിട്ട് NVIDIA എന്ത് ചെയ്തു, അവരുടെ കോൺട്രാക്ട് മാനുഫാക്ചറർ TSMCക്ക് പറഞ്ഞു H20 ചിപ്സ് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം എന്ന രീതിയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ചൈന എന്ത് പറയുന്നത്, ഞങ്ങൾക്ക് അത് വേണ്ട എന്നുള്ളത്. ഇപ്പോൾ ചൈന പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ കമ്പനികളുടെ അടുത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് H20 നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ NVIDIA ഇപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് US മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ജാക്സൺ ഹോളിൽ എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. അത് വളരെ ഒറ്റുനോക്കും. അദ്ദേഹത്തിൻ്റെ ജാക്സൺ ഹോളിലെ ലാസ്റ്റ് സ്പീച്ചാണ് ഈ ടെന്യൂർ എൻഡ് ചെയ്യുന്നതിന് മുമ്പേ എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്നറിയോ, ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മൾ FOMC മിനിറ്റ്സ് ഇന്നലെ ഔട്ടായി. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 2 പേര് ഇതിനെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. അത് അവർ പറയുന്നത് വെച്ചാൽ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ വരാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. എന്നാൽ മോസ്റ്റ് ഓഫ് ദം സെയ്സ് നമുക്ക് റേറ്റ് കട്ട് വേണ്ട, ഇൻഫ്ലേഷൻ ഒരു ഇഷ്യൂ ആണ്. അതായത് ജോബ് ലോസ് ഒന്നും അല്ല ഇപ്പോൾ FOMCയിൽ ഡിസ്കസ് ചെയ്തേക്കണേ, കംപ്ലീറ്റ് ഇൻഫ്ലേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പം നാളത്തെ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ വരാൻ പോകുന്ന ജാക്സൺ ഹോൾ മീറ്റിങ്ങിൽ ജെറോം പവൽ പറയുകയാണ് ഇൻഫ്ലേഷൻ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് വരാൻ പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ US മാർക്കറ്റ് ഏതാണ്ട് 52 വീക്ക് ഹൈയുടെ ചുറ്റുവട്ടത്താണല്ലോ നിൽക്കുന്നത്. എന്തുകൊണ്ട് US മാർക്കറ്റ് വലിഞ്ഞു കയറിയതെന്ന് വെച്ചാൽ അവിടെ ഒരു 2 റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പൊങ്ങിയെന്നുള്ള. അപ്പോൾ ജെറോം പവൽ ഇത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഇൻഫ്ലേഷന് അനുകൂലിച്ചാണ്, ഇൻഫ്ലേഷൻ കൂടാൻ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണോ അമേരിക്കൻ മാർക്കറ്റിൽ ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഓപ്റ്റിമിസം അത് ചിലപ്പോൾ ഇറോഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതോടുകൂടി ട്രംപിന് എങ്ങനെ രീതിയിൽ ട്രംപ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ലോകം അതിനെ ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഓയിൽ ചെറുതായിട്ടൊന്ന് അപ്വേർഡായിട്ട് ട്രെൻഡ് ചെയ്യുന്നുണ്ട്. $67 per ബാരൽ ആയി എന്നുള്ളതാണ്. ഡോളർ ഇൻഡെക്സ് 0.4% കയറി 98.6 തന്നെ നിൽക്കുന്നു എന്നുള്ള. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ഈ ഫാർമയിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന ആ ഫാർമ പ്രോഡക്ട്സിന് അമേരിക്ക ഇപ്പോൾ ഒരു ടാരിഫ് വെച്ചിരിക്കുന്നത് 15% അല്ലെങ്കിൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എത്രയാണോ ഒരു ടാരിഫ് ഉള്ളത് അത് വരണം. ഏതാണ് ഹയർ എന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞേക്കണമെന്നുള്ളത്. ദിസ് കംസ് എഫക്ട് ഫ്രം September 1 എന്നുള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതിന് റിലേറ്റീവായിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഫാർമ കമ്പനീസിനെ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യണം. കാര്യം ഇതേ ടെംപ്ലേറ്റ് തന്നെയാണോ നമുക്കും വരാൻ പോകുന്നത്. കൺട്രി ടു കൺട്രി സ്പെസിഫിക് ആയിട്ടായിരിക്കും ഫാർമ ടാരിഫ് വരുന്നത്. അതെന്തായിരിക്കുന്നത് നമ്മളൊന്ന് ഉറ്റുനോക്കണം. ഇതേ ലെവലിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ ഫാർമ കമ്പനീസ് വരാൻ പോകുന്ന ടാരിഫ് ചിലപ്പോൾ 25 to 50% വരെ വന്നേക്കാം, അല്ലെങ്കിൽ 50% വരെ വന്നേക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് സൺ ഫാർമയ്ക്കായിരിക്കും. സൺ ഫാർമയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ ഏതാണ്ട് സൺ ഫാർമയ്ക്ക് $150 to $160 million ആ ഒരു
ഇൻവോൾവ്മെൻ്റ് ആണ് ഈ സ്പെഷ്യാലിറ്റി പോർട്ട്ഫോളിയോയിലുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ ഫാർമ കമ്പനീസ് എസ്പെഷ്യലി സൺ ഫാർമയും ഇന്നൊന്ന് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറയുകയാണ്. പിന്നെ യെസ്റ്റർഡേ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഞാൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും മാർക്കറ്റിന് കണ്ടില്ല എന്നുള്ളതാണ്. മാർക്കറ്റിന് ഇന്നലെ മൂവ് ചെയ്തത് ഞാൻ ഇന്ന് നോക്കുന്ന കാര്യം എങ്ങനെയാണ് സെക്ടർ റൊട്ടേഷൻ ഇന്ത്യയിൽ നടക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിൽ മൂവ് ചെയ്തിരിക്കുന്ന ICICI ബാങ്ക്, റിലയൻസ്, സിപ്ല ഇവരൊക്കെയാണ് നിഫ്റ്റിയെ ഗ്രീനിൽ വെച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ IT-യും ഫാർമയും ഹെൽത്ത് കെയർ സ്റ്റോക്സും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. FMCGയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു എന്നുള്ളതാണ്. പിന്നെ ഇന്നലെ സെബി ചെയർമാൻ്റെ ഈ പറഞ്ഞില്ലേ ഈ ലോങ് ടേം കോൺട്രാക്ട്സ് ഇൻ ഡെറിവേറ്റീവ്സ് ട്രേഡിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് കാരണം ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്സ് ഒക്കെ ഇച്ചിരി ഡൗൺ ആയിരുന്നു എന്നുള്ള. BSE എനിക്ക് തോന്നുന്നു 7.5% ഡൗൺ ആയിരുന്നു, Angel One 6.5% ഡൗൺ ആയിരുന്നു എന്നുള്ള. പിന്നെ ഒരു നല്ലൊരു കയറ്റത്തിന് ശേഷം ഓലയിൽ ഭേദപ്പെട്ട ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്നു. 8.27% ഇന്നലെ ഡൗൺ ആയിരുന്നു എന്നുള്ള. നിഫ്റ്റി സ്ട്രാറ്റജി കണ്ടിന്യൂസ് ടു ബി ബൈ ഓൺ ഡിപ്സ് എന്ന് തന്നെയാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഈ ലോങ് ഷോർട്ട് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഷോർട്ട് 92% ആയിരുന്നു. അതുകൊണ്ട് ഷോർട്ട് കവറിംഗ് റാലി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു റാലി ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം ഷോർട്ട് ഇത്തിരി കുറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇൻഡിക്കേറ്റേഴ്സ് കൺസ്ട്രക്റ്റീവ് ആണ്, പോസിറ്റീവ് സൈഡിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. 24,800 ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് സപ്പോർട്ട് വരുന്നത് 25,060. അത് കഴിഞ്ഞിട്ട് 25,000 തന്നെയാണ് നമുക്ക് സപ്പോർട്ട് വരണേ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 25,160 ബ്രേക്ക് ചെയ്യണേ ചിലപ്പോൾ 25,250 വരെ പോയേക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാൻ ഇന്ന് മാർക്കറ്റിൽ ഉറ്റുനോക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതായത് റെയിൽവേ കമ്പനീസിന് തിരിച്ചൊരു പോസിറ്റീവ് ഓർഡേഴ്സ് കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. അതുകൂടാതെ ഇൻഡസ് ടവേഴ്സ് ജസ്റ്റ് ഒന്ന് നമുക്കിന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ടയർ കമ്പനീസും എങ്ങനെയാണ് ഒന്ന് പെർഫോം ചെയ്യണമെന്നുള്ള. അത് മാത്രമല്ല സ്വിഗ്ഗിക്കും കുറച്ചൊരു പോസിറ്റീവ് ട്രേഡ് സെറ്റപ്പ് കാണുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞൊന്ന് വയ്ക്കേണ്ട കാര്യമുണ്ട്. അതായത് ഇന്നലെ ഒരു വലിയൊരു സംഭവം നടന്നു. അതായത് നമ്മുടെ ഈ ക്ലീൻ സയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, അതിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു ബ്ലോക്ക് ട്രേഡ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രോക്കർ എന്ന് പറയുന്നത് അവൻ്റെ സ്പാർക്ക് എന്നാണ്. അതായത് അതിനകത്ത് 6 പ്രൊമോട്ടർ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് 2.5 crore ഷെയർസ് സെല് ചെയ്യുന്നു. അതായത് 24% ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് ഇക്വിറ്റി 1079 പെർ ഷെയറിനാണ് അവർ വിൽക്കാൻ ഉദ്ദേശിച്ചത്. അതായത് 13% ഡിസ്കൗണ്ട് ടു CMPയിൽ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് ഏതാണ്ട് 2,750 കോടി റേസ് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ള. അതിൻ്റെ കീ ബയേഴ്സ് ശരിക്കും പറഞ്ഞാൽ SBI മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, നോർജസ് ബാങ്ക്, നോർവേയിലെ സോവറിൻ ഫണ്ട്, ബജാജ് അലയൻസ് ലൈഫ് ഇവരൊക്കെയാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്. ബട്ട് എന്ത് പറ്റി, ബ്രോക്കറിൻ്റെ അവിടുന്ന് ഒരു തെറ്റായ ഓർഡർ ഇട്ടിട്ടേ ഈ പറഞ്ഞ 2.5 crore ഷെയറിന് വരും 3.2 crore ഷെയർ സെല്ല് ചെയ്തു, തിരിച്ചത് കവർ ചെയ്യുകയും കൂടെ ചെയ്തു. എന്നിട്ട് അവരൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മെറ്റീരിയൽ ലോസ് ഒന്നുമില്ല, അത് ശരിക്കും പറഞ്ഞാൽ സെബി അത് റിവേഴ്സ് ചെയ്യും, എക്സ്ചേഞ്ചസ് ഒക്കെ ആ ട്രേഡ് ഒന്ന് റിവേഴ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് വളരെ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ബോത്ത് എക്സ്ചേഞ്ചസിലും കൂടെ ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ BSEയുടെ 45% ടേൺ ഓവറും ഈ ഒരു ട്രേഡ് ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും ഒരു ന്യൂസ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ 2 ഇതുണ്ടല്ലോ ഡീലേഴ്സിന് ഓർഡർ കൊടുത്തു ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വരെ 2 പേരും ഒരേ ഓർഡർ അടിച്ചു എന്നുള്ളതൊക്കെ. അതോ ഇനി ഫാറ്റ് ഫിംഗർ ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഫാറ്റ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഓർഡറിൻ്റെ ക്വാണ്ടിറ്റി ഇട്ടപ്പോൾ തെറ്റിപ്പോയതാണോ എന്നറിയില്ല. ഏതായാലും അത്രയും ഒരു ട്രേഡ് നടന്നു എന്നുള്ളതാണ് ഭയങ്കര രസം. അതായത് ബോത്ത് എക്സ്ചേഞ്ച് NSEയും BSEയിലും കൂടെ ചേർന്ന് 10,514 കോടിയുടെ ടേൺ ഓവറാണ് ഇന്നലെ നടന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് തന്നെ 12,000 കോടിയാണ്. ആ 12,000 കോടിയുടെ 86% ട്രേഡ് ഇന്നലെ നടന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടും കൂടെ ഒരു പഞ്ചിങ് എറർ എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ്. ഇത് സർ നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെ ടൈം ആയിട്ടുണ്ട്. ഇന്ന് ഏത് ബിസിനസ് മോഡലാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലേ ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസ്, ആ ഒരു സീരീസിന്റെ ഒരു സെക്കൻഡ് സീരീസ് എന്നുള്ള രീതിയിൽ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറയുന്നത് എങ്ങനെ ഒരു ലാർജർ കമ്പനി ഇപ്പോഴത്തെ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നലെ റിലയൻസിനെ എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവന്നു. നമ്മൾ അതിനെക്കുറിച്ച് അക്കാഡമിക് പർപ്പസസിന് വേണ്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആ കമ്പനി ശരിക്കും പറഞ്ഞാൽ ലാർസൻ ആൻഡ് ടുബ്രോ. നമ്മൾ ഇതിനു മുമ്പേ സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിച്ച സ്റ്റോക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലാർസൻ ആൻഡ് ടുബ്രോ നമ്മൾ ഡീപ്പായിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് കമൻട്രി, അനാലിസിസ്, ഡിസ്കഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിലും അവരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ പല ചാനലിൽ കൊടുത്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അവർ സൈലൻ്റ് ആണെങ്കിൽ പോലും
വളരെ ഒരു ലാർജ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ഫെയർലി ലാർജ് കമ്പനി അല്ലേ. ഇപ്പോൾ L&T എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സൈസ് എന്താണെന്നുള്ളത് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മാത്രമല്ല തെളിയിക്കുന്നത് എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതായത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഈ L&T, അശോക് ലേലാൻഡ് പോലെയുള്ള കമ്പനിയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു കാർ ഓടിച്ച് നമ്മൾ ബാംഗ്ലൂർ വരെ പോകുമ്പോൾ അല്ലെങ്കിൽ ചെന്നൈ വരെ പോകുമ്പോൾ നമ്മൾ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 3ഉം 4ഉം ലാർസൻ ആൻഡ് ടുബ്രോൻ്റെ ഫെസിലിറ്റീസും അശോക് ലേലാൻഡിൻ്റെ ഫെസിലിറ്റീസുമാണ് നമ്മൾ കണ്ടുപോകുന്നത് എന്നുള്ളത്. എവിടെയൊക്കെ ഇത് പ്രസൻറ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്നുള്ള കാര്യം. അത്രയ്ക്ക് മാത്രം പ്രോജക്ട്സും അത്രമാത്രം ജോഗ്രഫിക്കൽ സ്പ്രെഡും ഉള്ള കമ്പനികളാണ് ഇതെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ലാർസൻ ആൻഡ് ടുബ്രോ അറിയാമല്ലോ, വളരെ വലിയൊരു EPC കമ്പനിയാണ്. അതായത് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്നുള്ളത് നന്നായിട്ടറിയാം. അപ്പോൾ അടുത്ത കാലത്ത് അവരുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ലെഗസി ബിസിനസ്സുകൾ, ഈ ലെഗസി ബിസിനസ്സുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്തിട്ട് ന്യൂ ഏജ് ടെക് സെക്ടേഴ്സിനെ എംബ്രേസ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി കംപ്ലീറ്റ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സെമി കണ്ടക്ടർ, ഗ്രീൻ ഹൈഡ്രജൻ പോലെയുള്ള കാര്യങ്ങൾ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ L&T ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തു. നമ്മളിപ്പോൾ പാലക്കാട്, കോയമ്പത്തൂർ നമ്മൾ ആ റോഡിലേക്ക് പോകുമ്പോൾ L&T റോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ വലിയൊരു ന്യൂക്ലിയർ റിയാക്ടർ, അതൊക്കെ മാത്രം, അതായത് EPC പ്രോജക്ട്സിൽ മാത്രമേ നമ്മൾ L&Tയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു എന്നുള്ള. ഇപ്പം അങ്ങനെയല്ല, പുതിയ സെക്ടറുകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ EPC എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ EPC സെഗ്മെൻ്റാണ് ഇവരുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 75% കോൺട്രിബ്യൂട്ട് ചെയ്യണത്. അതേതായാലും നല്ല രീതിയിൽ തന്നെ ആ ബിസിനസ് പോകുന്നു എന്നുള്ളതുകൊണ്ട് അവരത് തൊടുന്നില്ല. എന്നാൽ വലിയ രീതിയിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടാത്തത്, മാർജിൻ കിട്ടാത്ത ലെഗസി ബിസിനസ്സുകളൊക്കെ വിറ്റിട്ടാണ് അവർ പുതിയതിലേക്ക് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ എപ്പോഴും പറയും ഈ ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് ലക്ഷണം ഒന്നെന്നറിയോ, എക്സലൻറ്റ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ്. എക്സലൻറ്റ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങും, അതിൽ ക്യാപിറ്റൽ കമ്മിറ്റ് ചെയ്യും. ആ ബിസിനസ് വേണ്ട രീതിയിൽ ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റ് മാർജിനും റവന്യൂ ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ അത് വൈൻഡപ്പ് ചെയ്ത് അതിൽ നിന്ന് ക്യാഷ് തിരിച്ചെടുത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന സാധനങ്ങളിലേക്ക് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ എക്സലൻറ്റ് ക്യാപിറ്റൽ അലോക്കേറ്റർ, അതായത് നമ്മുടെ കയ്യിലുള്ള ₹1 അല്ലെങ്കിൽ ₹100 ഏതൊക്കെ ഹൈ പ്രോഫിറ്റബിലിറ്റി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏതൊക്കെ ലോ പ്രോഫിറ്റബിളി ബിസിനസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ക്യാപിറ്റൽ അലോക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നല്ല മാനേജ്മെൻറ്റുകൾ എപ്പോഴും ഗുഡ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഈ പറയുന്ന പോലെ L&T പോകുന്നതെന്നുള്ളത്. അതായത് ഹൈ ഗ്രോത്ത് ടെക്നോളജി സെക്ടേഴ്സിലേക്ക് അവർ കൂടുതൽ ഇറങ്ങുന്നു എന്ന് പറയുന്ന ഡിവിഷൻസ് ഏതൊക്കെ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ചിപ്പ് ഡിസൈൻ, ഡിഫൻസ്, പിന്നെ റിയൽ എസ്റ്റേറ്റും അവർ പുതിയതായിട്ട് തുടങ്ങി. അത്രയ്ക്ക് മാത്രം ലാൻഡ് ബാങ്ക് അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്തിനെ ആക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ള. അത് മാത്രമല്ല, ഇതിൽ ട്രാൻസ്ഫോർമേഷനായിട്ടൊരു ചേഞ്ച് വരുന്നത് എന്താണെന്നറിയോ, ഒരുപാട് യങ് എൻജിനീയേഴ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന്. അതായത് അവർ എക്സലൻറ്റ് ക്യാപിറ്റൽ അലോക്കേറ്റേഴ്സ് വെർട്ടിക്കൽ സെഗ്മെൻറ്റ്സിൽ മാത്രം ചെയ്യുന്നു എന്നല്ല, ശരിക്കും പറഞ്ഞാൽ അവർ വർക്ക് ഫോഴ്സിലും കൂടെ ഒരു വലിയൊരു റീസ്ട്രക്ചറിങ് നടത്തുന്നുണ്ട്. അതായത് പഴയ ആൾക്കാരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാരിലേക്ക് കൊണ്ടുവന്ന് ആ മൈൻഡ് സെറ്റ് തന്നെ മാറ്റി ഒരു റീഓർഗനൈസിങ് നടത്തുന്നു എന്നുള്ള ഈ കമ്പനിയുടെ പ്രത്യേകത എന്നറിയൂ. ഈ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എംപ്ലോയി ട്രസ്റ്റാണ് ഇതിൻ്റെ 15% ഹോൾഡ് ചെയ്യണത്. ഈ 15% എംപ്ലോയി ട്രസ്റ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതാണ് നമ്മൾ ഈ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, FPI, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലാർജ് HNI ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലത്തെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെയാണ് ബാക്കി. അപ്പോൾ 15%, ഇപ്പോൾ പ്രൊമോട്ടർ ഇല്ലാത്ത രീതിയിലാണ് ഈ കമ്പനി പോകുന്നതെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പബ്ലിക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ടോട്ടൽ ഷെയർ ഹോൾഡിങ്ങിൽ 15% അവരുടെ എംപ്ലോയി ട്രസ്റ്റാണ് ഹോൾഡ് ചെയ്യണമെന്നുള്ള അതിൻ്റെ പ്രത്യേകത എന്നുള്ള. ഈ കമ്പനിക്ക് സീറോ ഡെപ്റ്റ്. അത് മാത്രമല്ല ഗ്രൂപ്പ് ലെവലിൽ 50,000 കോടിയുടെ ക്യാഷാണ് ഇതിനകത്ത് ഇരിക്കണമെന്നുള്ള. ഇവരിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നതെന്ന് സാധാരണ ആനുവലി ഇവരൊരു 5,000-6,000 കോടിയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള. ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ന്യൂ ഏജ് ടെക് സെക്ടേഴ്സും കൂടെ വന്നപ്പോൾ ഇവർ അടുത്ത 5 കൊല്ലത്തേക്ക് 1.5 lakh crore ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ 1.5 lakh crore പോലത്തെ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയൊരു വെർട്ടിക്കൽ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഗ്രോത്താണ്. അതായത് ഈ കമ്പനീസൊക്കെ എക്സിക്യൂഷൻ കേപ്പബിലിറ്റി ഉള്ള കമ്പനിയാണ്, ചില്ലറ കമ്പനിയൊന്നുമല്ല. അത് മാത്രമല്ല ഇവർ ആരെടുത്ത് ചോദിച്ചാലും പൈസ തരില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ് നമുക്കിനി നല്ല ചീപ്പ് റേറ്റിന് ചെയ്യാം. L&T എടുക്കോ ഇല്ലെന്നറിയില്ല. L&Tയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡെപ്റ്റ് എടുത്ത് പോകുന്ന ഒരു കമ്പനിയല്ല എന്നുള്ള. ബട്ട് ഈവൻ ദെൻ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ആണെങ്കിൽ ഇവർക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ
ഇവർ കൂടുതലും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് സെമി കണ്ടക്ടർ, ഡേറ്റാ സെൻറ്റേഴ്സ്, റിയാലിറ്റി ഡിവിഷനിലൊക്കെയാണ്. അതുമാത്രമല്ല ഇവർക്ക് ഈ സ്കെയിലിംഗ് അപ്പ് ചെയ്യണം ഓരോ ബിസിനസ്. അതായത് ഈ LNTയുടെ തന്നെ റിയാലിറ്റി ബിസിനസ് പറഞ്ഞല്ലോ, അതായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നല്ല രീതിയിൽ സ്കെയിൽ അപ്പ് ചെയ്യണം. അതായത് ഒരു അസറ്റ് ലൈറ്റ് മോഡലാണത്. അതിനൊക്കെ ഒരുപാട് മാർജിനും ക്യാഷ് ഫ്ലോ ത്രോ ചെയ്യുന്നുള്ളത്. അതായത് LTI, മൈൻട്രി, LNT ടെക്നോളജി സർവീസസ്, LNT ഫിനാൻസ്, ഇതൊക്കെ അസറ്റ് ലൈറ്റ് മോഡലും ഹൈ മാർജിൻ ബിസിനസ്സുകളാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽസിനെയൊക്കെ സ്കെയിൽ അപ്പ് ചെയ്യുന്നതോറും ഈ ഗ്രൂപ്പ് കമ്പനിക്ക് വരാവുന്ന ക്യാഷ് ഫ്ലോ, ഫ്രീ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമങ്കസ് ആണെന്നുള്ള. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന കാശ് വെച്ച് അവർ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് 1.5 lakh crore നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാസീവ്. അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് നമ്മൾ ആലോചിക്കുന്നതിനേക്കാളും ഭയങ്കര ബിഗർ ആയിരിക്കുന്നില്ല. ഇപ്പോൾ ചിപ്പ് ഡിസൈനിങ് അവരുടെ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, 2 കൊല്ലമേ ആയിട്ടുള്ള അവർ തുടങ്ങി. ഏതാണ്ട് 400 എഞ്ചിനീയേഴ്സ് അതിൽ VLSI ഈ ഡിസൈനിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള. അവർക്ക് ഓഫീസസ് എവിടെയൊക്കെ ഉണ്ട്? അമേരിക്കയിൽ ഓസ്റ്റിനിലുണ്ട്, ജർമ്മനി മ്യൂണിക്കിലുണ്ട്, ജപ്പാനിലുണ്ട്, ടോക്കിയോ ജപ്പാനിൽ അവർക്ക് ഓഫീസസ് ഉണ്ട്. അത്രയ്ക്ക് മാത്രം അവർ അതിനകത്തുള്ള എക്സ്പാൻഡ് ചെയ്തു കഴിഞ്ഞു എന്നാണ്. അതായത് the first Indian company to design and commercially develop larger node 24 to 28 നാനോമീറ്റർ ഉള്ള ലാർജർ നോഡുള്ള നാനോ അനലോഗ് ചിപ്സ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നതും കമേഴ്ഷ്യലി ഡെവലപ്പ് ചെയ്യുന്നതും ഇവരായിരിക്കും, അനലോഗ് ചിപ്സ്. അപ്പോൾ വി ആർ ജസ്റ്റ് around 3 to 4 months away from hearing that news എന്നുള്ളതാണ്. അപ്പോൾ ആ സെമി കണ്ടക്ടർ സ്പേസിൽ ഇന്ത്യയുടെ ആദ്യത്തെ ചിപ്പ് വരും എന്നുള്ളത് നമ്മുടെ അശ്വിനി വൈഷ്ണവ് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. അത് എവിടെ നിന്നാണ് എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം, അത് ഞാൻ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നു അദ്ദേഹം പറയണേ. ഇപ്പോൾ LNTയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം, ഫസ്റ്റ് അനലോഗ് ചിപ്സ്, അതായത് ലാർജർ നോഡുള്ള 24 to 28 നാനോമീറ്റർ ചിപ്സ് ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്നത് LNT ആയിരിക്കും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതൊരു വലിയ ന്യൂസായി മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ജസ്റ്റ് മന്ത്സ് അവേ എന്നുള്ള. അത് മാത്രമല്ല അതിൻ്റെ മാനേജ്മെൻറ്റ് പറയണമെന്നറിയോ, 7 ലാർജ് ക്ലയൻസിനെ ഞങ്ങൾ ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്. അതായത് ക്ലയൻസ് തയ്യാറായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ സെമി കണ്ടക്ടറിൽ ഇന്ത്യ അത്രയ്ക്ക് പുറകിലല്ല എന്നുള്ളത് LNTയിൽ കൂടെ നമ്മൾ അറിയുന്നു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഗ്രീൻ എനർജി സൈഡിലും അവർ വരുന്ന, അതായത് വേൾഡിലെ ലാർജസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റാണ് അവർ ഉണ്ടാക്കാൻ പോകണമെന്നുള്ള. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് വേണ്ടിയിട്ട് പാനിപ്പറ്റിലാണ് ആ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. 10 മില്യൺ ടൺ ആനുവലി ഉണ്ടാക്കുന്നത്. അതായത് 100 മെഗാവാട്ട് പ്ലാന്റ് ആണ് അത് പ്രൊഡ്യൂസ്. 100 മെഗാവാട്ട് പ്ലാന്റ് പ്രൊഡ്യൂസിങ് 10 മില്യൺ ടൺ ആനുവലി ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്ലാന്റ് അവർ IOCക്ക് വേണ്ടി ചെയ്യണമെന്നാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ട്രോലൈസർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇവരാണ്. അവരത് ബിൽറ്റ് ചെയ്യുകയും ചെയ്തു, ശരിക്കും പറഞ്ഞാൽ അത് അവർ കുറേ എണ്ണം സെല്ല് ചെയ്യുകയും ചെയ്തു എന്നുള്ള. അപ്പോൾ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് പല ഇൻഡസ്ട്രിയിലും അവർക്ക് വരുന്നുണ്ട്. പിന്നെ ഡേറ്റാ സെൻറ്റർ അവർ നോക്കുകയാണെങ്കിലുണ്ടോ, 32 മെഗാവാട്ട്സിൻ്റെ ഡേറ്റാ സെൻറ്റർ കപ്പാസിറ്റി അവർക്ക് ഓൾറെഡി ആയി എന്നറിയാം. അത് മാത്രമല്ല ഇത് നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറും ഒരു ഡേറ്റാ സെൻറ്റർ മാത്രമല്ല, ഡേറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ഉണ്ടാക്കിയത്, അതിൻ്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ അവരൊരു ക്ലൗഡ് സർവീസസും കൂടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ടെക്നിക്കൽ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഈ ക്ലൗഡ് സർവീസസും കൂടെ ഈ ഡേറ്റാ സെൻറ്ററിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ടെക്നീഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ഡൊമൈൻ അറിയാമെന്നുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ഞാൻ 2-3 പേരത്ത് സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച് എന്നുള്ള. അത് മാത്രമല്ല ഇവരുടെ ഈ ഫ്രഷ്, ഞാൻ പറഞ്ഞില്ലേ ഈ എംപ്ലോയീസിനെ തന്നെ റീഓർഗനൈസ് ചെയ്ത് ഫ്രഷ് ആൾക്കാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ. അതായത് 28 തൊട്ട് 32 വയസ്സുള്ളവരെയാണ് അവർ കൂടുതൽ ഓൺ ബോർഡ് ചെയ്യണം. അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ്, റൂർക്കേലയിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം LNTക്ക് വേണ്ടി ഡെലിവറി ചെയ്ത് കൊടുത്ത് 28 വയസ്സായ ഒരു പയ്യനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റും കൂടെ അവർ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇൻഡിജീനിയസ് ആയിട്ട് ലൈറ്റ് ടാങ്ക്, അതായത് സൊറാവാർ എന്ന് പറയുന്ന ടാങ്ക്, അത് 25 ടൺ വെഹിക്കിളാണ്. അതായത് ഡിസൈൻ ഫോർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷൻസ്, ലഡാക്ക് പോലെയുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമൊന്നുമില്ല. അതൊരു വളരെ മാസീവ് എഞ്ചിനീയറിംഗ് ഇന്നോവേഷനാണ് ഈ സൊറാവാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ LNTയുടെ ഫിലോസഫി എന്താണെന്നറിയോ, സെൽ ടു ഗ്രോ ആൻഡ് ഗ്രോ ടു സെൽ. സെൽ ടു ഗ്രോ, ഗ്രോ ടു സെൽ. സെൽ ടു ഗ്രോ എന്ന് പറയുന്നത് എന്താ, അതായത് പുതിയ എന്താ പറയുക, സെൽ ടു ഗ്രോ എന്ന് പറഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഡിവിഷൻ വേണ്ട രീതിയിൽ പ്രോഫിറ്റ്, റവന്യൂ, മാർജിൻ, ക്യാഷ് ഫ്ലോ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അതിനെ സെല്ല് ചെയ്തിട്ട് ഗ്രോ ചെയ്യും. അതായത് അത് ബാലൻസ് ഷീറ്റിലും P&L കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാണ്, ആ ക്യാപിറ്റൽ അവിടെ സ്റ്റക്കാണ്, അതിനെ വിറ്റുമാറിയിട്ട് അവിടുന്ന് ആ ക്യാപിറ്റൽ എടുത്തിട്ട് ഹൈ പ്രോഫിറ്റബിലിറ്റി സെക്ടറിലേക്ക് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് സെൽ ടു ഗ്രോ എന്ന് പറയുന്ന ഇവരുടെ സ്ട്രാറ്റജി. പിന്നെ അവർ പറയുന്നത് ഗ്രോ ടു സെൽ. ഗ്രോ ടു സെൽ എന്ന് പറഞ്ഞാൽ ഗ്രോ ടു സെൽ, അതായത് പുതിയ ഒരു വെർട്ടിക്കൽ കൊണ്ടുവന്ന്
അതിനെ വലുതാക്കി അതിൽ നിന്ന് മാക്സിമം മൂറ്റി നല്ല റവന്യൂവും പ്രോഫിറ്റും ക്യാഷ് ഫ്ലോയും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ലെഗസി ബിസിനസ് ആകുമ്പോൾ സെല്ല് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു എക്സലൻറ്റ് ക്യാപിറ്റൽ അലോക്കേറ്ററായ ലാർസൻ ആൻഡ് ടുബ്രോ ആണ് നമ്മുടെ ഇന്നത്തെ ഹൂ സേസ് എലിഫൻസ് കാൺ ഡാൻസിൻ്റെ സെക്കൻഡ് കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, വിച്ച് ഈസ് അണ്ടർഗോയിങ് എ മാസീവ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു അക്കാഡമിക് സ്റ്റഡിയാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഈ പറയുന്ന ഒരു സ്റ്റോക്കും ഇന്നൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടോ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്നേ ഉള്ളൂ. അതായത് ലാർജർ കമ്പനീസ് ആർ ഇൻ എ സ്വീറ്റ് സ്പോട്ട്. അതായത് നമ്മളിപ്പോൾ പറയില്ലേ, അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ സീബ്ര ഇൻ എ ലയൺ കൺട്രി എന്ന് പറയും. ഈ ലയൺ കൺട്രി എന്ന് പറയുന്നതിൻ്റെ രസം എന്ന് പറയും, ഈ ലയൺ കൺട്രി എന്ന് പറഞ്ഞാൽ ലയൻ്റെ, അതായത് ഈ സിംഹത്തിൻ്റെ ഒരു ടെറിട്ടറി ഉണ്ട്. ഈ ടെറിട്ടറിയിൽ സീബ്രാസ് ഗെയ്സിങ്ങിന് വരുമ്പോൾ അതിൻ്റെ ആ ഹേർഡിൻ്റെ നടുക്ക് നിൽക്കുന്നതാണ് ഏറ്റവും സേഫ്. നടുക്ക് നിൽക്കുന്നതാണ് ഏറ്റവും സേഫ്. സിംഹം അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നടുക്കി നിൽക്കണം. എന്നാൽ നല്ല പുല്ല് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെളിയിൽ നിൽക്കണം, അതായത് ഈ ഹേർഡിൻ്റെ വെളിയിൽ നിൽക്കണം. പക്ഷേ ഉള്ളൊരു കുഴപ്പമുണ്ട്, സിംഹം പിടിക്കാനുള്ള ചാൻസും കൂടുതലുണ്ട്. അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്ന സീബ്രേനെയാണ് നമ്മൾ ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എന്നും, ഈ സൈഡിൽ നിൽക്കുന്നവരെയാണ് നമ്മൾ സീബ്ര മറ്റേ മിഡ് ക്യാപ് സ്റ്റോക്സ് എന്നും സ്മോൾ ക്യാപ്പ് എന്നും പറയുന്നത്. അപ്പോൾ ഈ സീബ്ര ഇൻ എ ലയൺ കൺട്രി എന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ സാധാരണ ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടെന്നുള്ള. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ പലപ്പോഴായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഹൂ സേസ് എലിഫന്റ് കാൻ ഡാൻസ്, അത് ഇന്നത്തെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എലിഫൻസ് ക്യാൻ ഡാൻസ് ആൻഡ് ദാറ്റ് എലിഫന്റ് ഈസ് L&T എന്ന് പറഞ്ഞു വയ്ക്കും. ഏതായാലും ഇവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺ.